ഡോക്ടർ മോഹൻ വർഗീസിന് നമുക്ക് ഇടതുമുന്നണിയുടെ പരാജയം അതൊന്ന് പരിശോധിക്കാം. നോക്കൂ, വലിയ ഹൈപ്പാണ് കൊടുത്തത് അല്ലേ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കുന്നു, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ സ്ഥാനാർത്ഥി ആക്കുന്നു. സ്വരാജ് ഈസി വോക്ക് ഓവർ എന്ന രീതിയിൽ ആയിരുന്നു CPMൻ്റെ പ്രചാരണം. പക്ഷേ അവസാന ഘട്ടത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. നോക്കൂ, നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ വർഗീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അതൊരു ഭാഗത്തുണ്ട്. PDPയെയും അതുപോലെ അബ്ദുൽ നാസർ മദനിയെയും ഒക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു. PDPയുടെ പരസ്യ പിന്തുണ നേടിയ സമയത്ത് നമുക്കറിയാം മദനി ആരാണ്, PDP ആരാണെന്നൊക്കെ. പക്ഷേ എങ്കിലും പീഡിത വർഗം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ളൊരു മേഖലയാണ്. അവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദൻ്റെ ഒരു പരാമർശം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു പരാമർശം, അതായത് പണ്ട് ഞങ്ങൾ RSSുമായിട്ട് സഹകരിച്ചിരുന്നു എന്ന്. ആ ഒരൊറ്റ പരാമർശത്തിൽ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒരു സെറ്റ് ബാക്ക് തിരിച്ചടി സ്വരാജിന് ഉണ്ടായത് എന്ന രീതിയിൽ അങ്ങനെ വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ CPM സംസ്ഥാന സമിതി അംഗങ്ങളുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ഒരു യോഗത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ MV ഗോവിന്ദൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ ശാസിക്കുകയുണ്ടായി. അതായത് പദങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന രീതിയിലൊരു ശാസനയൊക്കെ നടന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്വരാജിൻ്റെ തോൽവിക്ക് ഇടയാക്കിയത്? നിരവധി ഘടകങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റ്സ് നമ്മളെടുത്ത് കാണിക്കേണ്ടതുണ്ടോ? ശ്രീ അനിൽ, കാലത്തിൻ്റെ ചുവരെഴുത്ത് അല്ലെങ്കിൽ പിറ്റേന്ന് നടക്കാൻ പോകുന്ന ജനവിധിയുടെ ചുവരെഴുത്ത് മുൻകൂട്ടി വായിക്കാൻ ശ്രീ പിണറായി വിജയന് കഴിഞ്ഞു എന്നാണ് ഇന്നലെ രാത്രിയിൽ അദ്ദേഹം നടത്തിയ ആ ഒരു പരാമർശത്തിൽ കണ്ടത്. ഒരു പരിധിവരെ പരാജയം വരാൻ പോകുന്നു, അതിന് ഉത്തരവാദിത്വം സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിയുടെ തലയിൽ ചാർത്തി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സാഗൂതം കേരളം കേട്ടു, രാഷ്ട്രീയ കേരളം അത് കേട്ടു. നോക്കൂ, MV ഗോവിന്ദൻ സ്വയം സൈദ്ധാന്തിക ഒരു അടിത്തറയുള്ള നേതാവാണ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്. അവിടെ ഒരു സൈദ്ധാന്തിക മുഖം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നു. അത് അടിയന്തരാവസ്ഥാ കാലത്ത് ഉണ്ടായ സഹകരണം, അതൊരു അന്നത്തെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു. ഒരു പക്ഷേ അന്നത്തെ ജനസംഘം, അന്നത്തെ CPM ഇതെല്ലാം സഹകരിച്ച് പ്രവർത്തിച്ച ഒരു പാരമ്പര്യം, അത് ഇന്ദിരാഗാന്ധിയുടെ ഒരു തേർവാഴ്ചക്കെതിരെ അന്നത്തെ പ്രതിപക്ഷങ്ങൾ കൈകോർത്തതിൻ്റെ സ്വാഭാവികത, ആ അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിനുള്ളിൽ ഒരു മഹാസത്യം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പം BJP എന്ന് പറയുന്നത് എക്കാലത്തും തൊട്ടുകൂടാനാവാത്ത ഒരു രാഷ്ട്രീയ കക്ഷി ആയിരുന്നില്ല എന്ന ഒരു പ്രതീതിയാണുള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതുകൊണ്ടാണ് ഈ പരാജയം സംഭവിച്ചത് എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ LDF ഹാൻഡിലുകളുടെ ഒരു വിലയിരുത്തൽ വരുന്നത്. അത് എക്കാലത്തും പരാജയം സംഭവിക്കുമ്പോൾ അതിന് ചില കാരണങ്ങൾ മുൻകൂട്ടി കണ്ടുവയ്ക്കുമല്ലോ. അതുകൊണ്ട് തലേന്ന് തന്നെ മുഖ്യമന്ത്രി കാരണം കണ്ടുവച്ചു, ഇന്ന് കുറച്ചുകൂടെ ഉറക്കെ അത് പറയുന്ന ഒരു കാഴ്ച കണ്ടു. എന്നിരുന്നാലും എന്തുകൊണ്ട് പരാജയം എന്നതിൻ്റെ വ്യക്തമായ സൂചനയാവുന്നില്ല. അതൊക്കെ തന്നെ നോക്കൂ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് കൃത്യമായ കണക്കുകളല്ലേ. ഈ ഭരണവിരുദ്ധ വികാരം മൂന്നായി ചെതറുമ്പോൾ 77,000-ഉം 19,000 അല്ലെങ്കിൽ 20,000-ഉം പിന്നെ 8,800 ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് എതിരെ വന്ന വോട്ടെന്ന് പറയുന്നത് വലിയൊരു നമ്പേഴ്സാണ്. 1,07,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് അത് പൂർണ്ണമായി തമസ്കരിക്കാനാവുമോ? അപ്പോൾ LDFൻ്റെ വിലയിരുത്തലുകളിൽ അനുകൂല സാഹചര്യം ഇപ്പോൾ ലഭിച്ചതൊരു അനുകൂല സാഹചര്യമാണ്. അൻവർ ഇഫക്റ്റ് എന്ന് പറയുന്നത്, അൻവർ കട്ട് ചെയ്യുന്ന വോട്ടുകളുടെ നല്ലൊരു പങ്ക് ഭരണവിരുദ്ധ വോട്ടുകൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കാവുന്ന വോട്ടുകളാണ്, കോൺഗ്രസ് കാൻഡിഡേറ്റിന് ലഭിക്കാവുന്ന വോട്ടാണ്. അത് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് ഒരു കാരണവശാലും വിജയിക്കരുത് എന്ന് അൻവർ കരുതിക്കൂട്ടി ഉറപ്പിച്ചതുമാണ്. അങ്ങനെ വരുമ്പോൾ അൻവർ പിടിക്കുന്ന വോട്ട് കൂടി UDFനോടൊപ്പം അല്ലെ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ
അതിഭയങ്കരമായ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. ഇപ്പോൾ കേവലം 11,000 വോട്ടിൻ്റെ തോൽവി, തുച്ഛമായ തോൽവിയാണ്. എക്കാലത്തും ഇതൊരു UDF മണ്ഡലമായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും 2 ടൈം സിറ്റിംഗ് MLA ആണ് അൻവർ എന്ന് ഓർക്കണം. അത് അൻവറിൻ്റെ മാത്രം വോട്ടല്ല എന്ന് ഓർക്കണം. അൻവറിന് തന്നെ മുൻകാലങ്ങളിൽ അവിടെ അടുത്ത മണ്ഡലത്തിൽ വണ്ടൂരൊക്കെ മത്സരിച്ച സമയം തൊട്ടടുത്ത മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ 40,000-ഓളം വോട്ട് സ്വതന്ത്രൻ എന്ന രൂപത്തിൽ ലഭിച്ചതാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ച് സാമാന്യം നല്ല ഒരു നമ്പർ വോട്ട് പിടിച്ചതാണ്. അക്കണക്കിൽ നോക്കുമ്പോൾ അൻവറിൻ്റെ ഗ്രാഫും പുറകോട്ട് പോയി. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു തേരിലേറി UDF കുറേ നേട്ടങ്ങളുണ്ടാക്കി. അൻവറിൻ്റെ പ്രചരണവും ഒരു പരിധിവരെ ജനമനസ്സുകളെ UDF-ലേക്ക് കുറേയൊക്കെ സംശീകരിപ്പിച്ചു. അല്ല സാർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതായത് അൻവർ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ അൻവർ ഒരു ഫാക്ടറായിട്ട് മാറും എന്നുള്ളത്, ഒരു ഡിസിസീവ് ഫാക്ടറായിട്ട് മാറും എന്നുള്ളൊരു ചർച്ച ഉയർന്നു വന്നിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ നോക്കൂ, ഈ അൻവറിന് കിട്ടിയ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ തന്നെയല്ലേ അല്ലേ? അങ്ങനെ തന്നെയല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്? ഈ അൻവറിന് ഒരിക്കലും ഈ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ലഭിച്ച ഒരു പിൻബലം ലഭിക്കാനില്ലല്ലോ. ഇത് ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചു എന്ന് തന്നെ കരുതാം. ഈ കാര്യമായ ഇടതുപക്ഷം പരിഭവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത്രയും വോട്ടേ ഉള്ളൂ. അവിടെ മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് സാമാന്യം നല്ല കേഡർ അടിത്തറയുള്ള ഒരു പ്രദേശം തന്നെയാണ് നിലമ്പൂർ. അപ്പോൾ ഒരു 40,000-40,000 വോട്ട് ആ രീതിയിൽ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിഷ്പക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞിട്ടില്ല. അത് BJP-യിലേക്കും കോൺഗ്രസ് കാൻഡിഡേറ്റിലേക്കും ചില വോട്ടുകളെങ്കിലും അൻവറിലേക്കും ചാഞ്ഞു എന്നതാണ് യഥാർത്ഥം. അതുകൊണ്ട് 14,000-ൽ പരം വോട്ടുകളുടെ ചോർച്ചയുണ്ട്. വലിയ ചോർച്ചയാണ്, വലിയ ചോർച്ച. UDF-ലും ചോർച്ചയുണ്ട്, LDF-ലും ചോർച്ചയുണ്ട്. ഇനി പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം ഒരു ബെഞ്ച് മാർക്കായി എടുക്കാമോ എന്ന് എനിക്കറിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷമാണ് 65,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് UDF-ന് വേണ്ടി അവിടെ ലഭിച്ചത്. അത് മറ്റൊരു പാരഡൈമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പാണ്. പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്നു. ചില വൈകാരിക ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം അവിടെ നെഗറ്റീവ് ഫാക്ടേഴ്സ് അധികം UDF-നെതിരെ ഇല്ല. അത് വേണമെങ്കിൽ മാറ്റി നിർത്താം. അപ്പോൾ UDF-ൻ്റെ അടിത്തറയിലും വിള്ളൽ വീണിരിക്കുന്നു, LDF-ൻ്റെ അടിത്തറയിലും വിള്ളൽ വീണിരിക്കുന്നു. ഇവിടെ ചെറുതെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ചെറിയൊരു ഭാഗികമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് ചെറിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. അത് വിജയത്തോളം പോരുന്ന പരാജയമെന്ന് പറയാനൊന്നും ആവില്ല എങ്കിൽ പോലും അത് 8,900-ഓളം വോട്ടുകൾ ലഭിച്ചു എന്ന് പറയുന്നത് അത്രയും ഗൗരവം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ജനം ഒരുപക്ഷെ അവിടുത്തെ ഒരു ജനകീയ ഒരു തീരുമാനമനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLA ഇപ്പോൾ നിയമസഭയിൽ പോകണം എന്ന ഒരു ചിന്ത അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ BJP മത്സരിച്ചത് തന്നെ വലിയൊരു സാന്നിധ്യം അറിയിക്കുക എന്നതിനുപരിയായ, ഒരു സിംബോളിക് ഫൈറ്റ് എന്നതിനുപരിയായ ഒരു ആർജവം ഒരു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി നൽകി കാണില്ല. അപ്പോൾ പോലും ഇത്രയും വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ കോർ കോമ്പറ്റൻസി, എത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും അത്രയും വോട്ടുകൾ നേടുകയും നമ്പേഴ്സ് പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ BJP-യുടെ പരീക്ഷണം അമ്പെ പാളി എന്നൊന്നും പറയാനാവില്ല. അതുകൊണ്ട് സാന്നിധ്യം കൃത്യമായി അറിയിച്ചു. അല്ല എങ്കിൽ BJP വലിയ രീതിയിലുള്ള പഴി കേൾക്കേണ്ടി വരുമായിരുന്നു. കാരണം BJP ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിരുന്നു എങ്കിൽ BJP വോട്ടുകൾ കച്ചവടം ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ പുരപ്പുറത്ത് കയറി ആഘോഷിക്കുമായിരുന്നു LDF-ൻ്റെയും UDF-ൻ്റെയും അണികൾ. അതുണ്ടായിട്ടില്ല എന്നതുകൊണ്ട് BJP-ക്കും തീർച്ചയായും തങ്ങളുടെ പിന്തുണ, കോർ ബേസ് നിലനിർത്താനായി, ഇംപ്രൂവ് ചെയ്യാനായി എന്നതിൽ അഭിമാനിക്കാൻ കഴിയും. ഇവിടെ നഷ്ടം സംഭവിച്ചത് കൃത്യമായി പറഞ്ഞാൽ LDF-ന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വരാജ് എന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു ഇൻവിൻസിബിലിറ്റി, അദ്ദേഹം ഒരു ജയന്റ് കില്ലറായിട്ടാണ് അറിയപ്പെട്ടത്. K. ബാബുവിനെ തൃപ്പൂണിത്തുറയിൽ മലർത്തിയടിച്ച ജയന്റ് കില്ലർ. അപ്പോൾ അതൊന്നും, ആ ഒരു മാജിക് ഒന്നും, സ്വരാജിൻ്റെ ആ മാജിക് ആവർത്തിക്കാൻ സ്വന്തം നാട്ടിൽ പോലും പിന്നിൽ പോയി. ഇവിടെ ശ്രീ വസന്ത് പറഞ്ഞതുപോലെ പോത്തുകല്ല് പഞ്ചായത്തിൽ പോലും സ്വരാജ് സ്വന്തം മണ്ഡലമാണ്, സ്വന്തം പ്രദേശമാണ്, അവിടെ പോലും പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു ഓറ സ്വരാജിന് ഉണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ഓറ ഒരു പക്ഷേ അത് കേവലം ഒരു മരീചിക മാത്രമായിരുന്നു, അതൊരു ഹൈപ്പ് മാത്രമായിരുന്നു. പാർട്ടി അണികളെ ഉദ്ദീപിപ്പിക്കാൻ തക്ക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പ് എന്നതിൽ കവിഞ്ഞ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായ ജനവികാരം ഭരണവിരുദ്ധം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന്, മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനും UDF-നും ആശ്വസിക്കാം എന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതില്ല. ഒരു തരം സ്റ്റേറ്റസ് കോ തുടരുന്നു. സ്റ്റേറ്റസ് കോ എന്ന് പറഞ്ഞാൽ MLA മാറിയിരിക്കുന്നു, അപ്പോൾ സ്റ്റേറ്റസ് കോ ചേഞ്ച് ചെയ്തിരിക്കുന്നു. പക്ഷേ അടിസ്ഥാനപരമായി UDF നേച്ചർ ആ മണ്ഡലം പുലർത്തിയിരിക്കുന്നു എന്നും കാണാം. കാലുവാരൽ നടന്നോ സർ? കാലുവാരൽ. കാരണം ഈ RSS പരാമർശം അത് മനഃപൂർവ്വം നടത്തിയ ഒരു പരാമർശമാണ് എന്ന രീതിയിൽ
പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ഉയർന്ന് വന്നിരുന്നു. രണ്ടാമത്തെ കാര്യം, എം സ്വരാജ് അഥവാ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇനിയിപ്പോൾ 8-9 മാസമേ ഉള്ളൂ, ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകും എന്നൊക്കെ പുറത്ത് ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ സ്വരാജ് ജയിച്ചു കയറുന്നതിൽ അസ്വസ്ഥരായിട്ടുള്ള ഒരു വിഭാഗം ചരട് വലിച്ചു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അത് ഈ ഘട്ടത്തിൽ ഫുഡ് ഫോർ തോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഭംഗിയായി ആ രീതിയിൽ പറയാം. കാരണം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മരുമകൻ മുഹമ്മദ് റിയാസ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സമകാലികനാണ്. ഏതാണ്ട് പ്രായം കൊണ്ടും പാർട്ടി പരിചയം കൊണ്ടും എല്ലാം തന്നെ ഒരു പുതിയ മുഖം, ഒരു താരോദയം വലിയ രൂപത്തിൽ ജയന്റ് കില്ലർ എന്ന രൂപത്തിൽ കടന്നു വരുന്നതിനോട് അത്ര യോജിപ്പില്ലാത്ത ചിലരെങ്കിലും CPM-നുള്ളിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നത് കുറ്റപ്പെടുത്താനാവില്ല. അങ്ങനെ വിചാരിച്ചുവെങ്കിൽ കുറ്റപ്പെടുത്താനാവില്ല. അത് മാത്രമല്ല, പഴയ ചട്ടക്കൂടിലൊന്നും അല്ലല്ലോ ഇപ്പോൾ CPM പ്രവർത്തിക്കുന്നത്. ഇതൊരു കോർപ്പറേറ്റ് ചട്ടക്കൂടിലാണ്. CPM ഇപ്പോൾ പോകുന്നത് ഒരു കോർപ്പറേറ്റ് ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ്. കോർപ്പറേറ്റ് ചട്ടക്കൂട് പുറമേ നിൽക്കുകയും ഡീൽ മേക്കിങ്ങിലൂടെ, അതായത് ഈ PDP-യുടെ ഉൾപ്പെടെ മദനിയുടെ പാർട്ടിയോടുൾപ്പെടെ ഡീൽ ചെയ്ത് സന്ധി ചെയ്ത് പ്രത്യയശാസ്ത്രപരമായ ജാടകളൊന്നും ഇല്ലാതെ തന്നെ ചില പ്രായോഗികതകൾ അടവ് നയം എന്ന ഒരു ലാർജർ ഗണത്തിൽപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതിനുള്ളിൽ തന്നെ ഒരു പക്ഷേ ഒരു കോട്ടറി അല്ലെങ്കിൽ കോക്കസ് അല്ലെങ്കിൽ ക്ലിക്ക് അല്ലെങ്കിൽ ഒരു ഒളിഗാർക്കി പ്രവർത്തിക്കുന്നു. ആ ഒളിഗാർക്കിക്ക് ഒരു പക്ഷേ സ്വരാജ് ജയിച്ചു വരുന്നതിനോട് പൂർണ്ണമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആരോപിക്കാം. കാരണം നമുക്ക് തെളിവുകൾ വെച്ചിട്ട് ഇന്ന ആളുകൾ പാലം വലിച്ചതുകൊണ്ടാണ് സ്വരാജ് പരാജയപ്പെടുന്നത് എന്ന് കൃത്യമായി പറയാനാവില്ല. എങ്കിൽ പോലും ഇന്റേണൽ അട്ടിമറി ഏകസാധ്യത എന്ന് പറയുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇത്രയും പാർട്ടി പരിചയമുള്ള, പാർട്ടി ലൈൻ എന്തെന്നറിയാവുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ആകസ്മികമായി ഒരു വാക്ക് പറയുമോ? പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളാണ് ഗോവിന്ദ മാഷ്. അതാണ് അത്രയും അധികം അണികളെ പറഞ്ഞ് പാർട്ടി ക്ലാസ് എടുപ്പിച്ച് എന്താണ് പാർട്ടി ലൈൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആൾ കേവലം സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന നിലയിൽ ആണോ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒന്ന് ചൊടിച്ചത്. അതുകൊണ്ട് പരസ്യമായി അദ്ദേഹത്തെ ശാസിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ചില അനവസരത്തിൽ നടത്തുന്ന മൈക്ക് കണ്ടു കഴിഞ്ഞാൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ സംസാരിക്കുന്ന ചില നേതാക്കൾ, അത് ചില നേതാക്കളൊന്നുമല്ല, പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെയാണ്. അങ്ങനെയെങ്കിൽ അത് വരാനിരിക്കുന്ന ചില കൊടുങ്കാറ്റുകളുടെ സൂചനയാണോ? ഇത് മാത്രമാണ് തിരിച്ചറിയാനുള്ളത്. പാർട്ടിക്കുള്ളിൽ തന്നെ ചെറിയ രൂപത്തിലെങ്കിലും ഉരുണ്ടുകൂടുന്ന അസംതൃപ്തിയുടെ ബഹിർസ്ഫുരണങ്ങൾ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ നാക്കിലൂടി, വാചകത്തിലൂടി, ചിന്തയിലൂടി പുറത്തു വന്നതാണോ? അത് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് ഫുഡ് ഫോർ തോട്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, വരും ദിവസങ്ങളിൽ അതും ചർച്ചാ വിഷയമാകട്ടെ പാർട്ടിയിൽ.